ഹായ് ഫ്രണ്ട്സ്, എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പത്രങ്ങളിൽ വന്നിട്ടുള്ള കറണ്ട് അഫെയേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളാണ്. 2024 കറണ്ട് അഫെയർ ആണ്. കേരള PSCയുടെ ഇനി വരുന്ന എക്സാമുകൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, ഏതു രാജ്യത്തിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈയിടെ ലഭിച്ചത്? റഷ്യയുടേതാണ്. റഷ്യയുടെ ഓർഡർ ഓഫ് സെയിൻറ്റ് ആൻഡ്രൂ ദി അപ്പോസ്തൽ എന്ന ബഹുമതിയാണ് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിക്ക് ലഭിച്ചിട്ടുള്ളത്. റഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാദിമിർ പുത്തിനാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം സമ്മാനിച്ചത്. ഇവിടെ നമുക്ക് 3 തരത്തിൽ ചോദ്യം പ്രതീക്ഷിക്കാം. ഏതു രാജ്യത്തിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈയിടെ ലഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഷ്യയുടേതാണ്. റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർഡർ ഓഫ് സെയിൻറ്റ് ആൻഡ്രൂ ദി അപ്പോസ്തൽ ആണ്. ഓർഡർ ഓഫ് സെയിൻറ്റ് ആൻഡ്രൂ ദി അപ്പോസ്തൽ. റഷ്യയിലെ നിലവിലെ പ്രസിഡന്റാണ് വ്ളാഡിമിർ പുടിൻ. വ്ളാഡിമിർ പുടിനാണ് റഷ്യൻ പ്രസിഡന്റ്. അടുത്തത്, ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ പരിശീലകനായി നിയമിതനായ വ്യക്തി ആരാണ്? ഗൗതം ഗംഭീർ ആണ്. ഗൗതം ഗംഭീർ. ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ പരിശീലകനായി നിയമിതനായത് ഗൗതം ഗംഭീർ ആണ്. രാഹുൽ ദ്രാവിഡിൻ്റെ ഒഴിവിലേക്കാണ് നിയമിച്ചിട്ടുള്ളത്. ഇന്ത്യ 2024 T20 വേൾഡ് കപ്പ് നേടുന്ന സമയത്തെ കോച്ചായിരുന്നത് രാഹുൽ ദ്രാവിഡാണ്. 16ാം ധനകാര്യ കമ്മീഷൻ രൂപവൽക്കരിച്ച ഉപദേശക സമിതിയുടെ കൺവീനർ ആരാണ്? 16ാം ധനകാര്യ കമ്മീഷൻ രൂപവൽക്കരിച്ച ഉപദേശക സമിതിയുടെ കൺവീനർ ഡോക്ടർ പൂനം ഗുപ്തയാണ്. ഡോക്ടർ പൂനം ഗുപ്ത 16ാം ധനകാര്യ കമ്മീഷൻ രൂപവൽക്കരിച്ച ഉപദേശക സമിതിയുടെ കൺവീനറാണ് ഡോക്ടർ പൂനം ഗുപ്ത. കൺവീനറെ കൂടാതെ ഡോക്ടർ DK ശ്രീവാസ്തവ, നീലകണ്ഠ് മിശ്ര, പ്രഞ്ജുൽ ഭണ്ഡാരി, രാഹുൽ ബജോരിയ എന്നിവരുൾപ്പെടുന്ന 5 അംഗങ്ങളാണ് സമിതിയിലുള്ളത്. 16ാം ധനകാര്യ കമ്മീഷൻ രൂപവൽക്കരിച്ച ഉപദേശക സമിതിയിൽ കൺവീനർ ഉൾപ്പെടെ 6 അംഗങ്ങളും കൺവീനറെ കൂടാതെ 5 അംഗങ്ങളുമാണ് ഉള്ളത്. കൺവീനർ ഡോക്ടർ പൂനം ഗുപ്തയാണ്. അദ്ദേഹത്തെ കൂടാതെയുള്ള 5 അംഗങ്ങളാണ് ഡോക്ടർ DK ശ്രീവാസ്തവ, നീലകണ്ഠ് മിശ്ര, പ്രഞ്ജുൽ ഭണ്ഡാരി, രാഹുൽ ബജോരിയ തുടങ്ങിയവർ. 2024 യൂറോ കപ്പ് കിരീട ജേതാക്കളായ രാജ്യം സ്പെയിനാണ്. 2024 യൂറോ കപ്പ് കിരീട ജേതാക്കളായ രാജ്യമാണ് സ്പെയിന്. ഫൈനലിൽ ഇംഗ്ലണ്ടിനെയാണ് തോൽപ്പിച്ചത്. 2024 യൂറോ കപ്പ് നേടിയത് സ്പെയിനാണ്. ഫൈനലിൽ ഇംഗ്ലണ്ടിനെയാണ് തോൽപ്പിച്ചത്. ഈയിടെ നാറ്റോ ഉച്ചകോടിക്ക് വേദിയായ നഗരം ഏതാണ്? നാറ്റോ ഉച്ചകോടിക്ക് വേദിയായത് അമേരിക്കയിലെ വാഷിങ്ടൺ ആണ്. അമേരിക്കയിലെ വാഷിങ്ടണിലാണ് ഈയിടെ നാറ്റോ ഉച്ചകോടി നടന്നത്. 1949 ഏപ്രിൽ 4-നാണ് നാറ്റോ സ്ഥാപിതമായിട്ടുള്ളത്. 1949 ഏപ്രിൽ 4-നാണ് നാറ്റോ രൂപീകരിച്ചിട്ടുള്ളത്. 32 രാജ്യങ്ങളാണ് ഇതിലെ അംഗമായിട്ടുള്ളത്. 2024 കോപ്പ അമേരിക്ക കിരീടം സ്വന്തമാക്കിയത് അർജന്റീനയാണ്. 2024 കോപ്പ അമേരിക്ക കിരീടം സ്വന്തമാക്കിയ രാജ്യം അർജന്റീന. മിയാമിയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിലാണ് ഫൈനൽ നടന്നത്. മിയാമിയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയം. ഇതിൽ കൊളംബിയയെ പരാജയപ്പെടുത്തിയാണ് അർജന്റീന കിരീടം സ്വന്തമാക്കിയത്. കൊളംബിയയെ 1 ഗോളിന് പരാജയപ്പെടുത്തിയാണ് അർജന്റീന കോപ്പ അമേരിക്ക കിരീടം 2024 സ്വന്തമാക്കിയത്. 16ാമത്തെ തവണയാണ് അർജന്റീന ഈ കിരീടം സ്വന്തമാക്കുന്നത്. 16ാമത്തെ തവണയാണ് അർജന്റീന കോപ്പ അമേരിക്ക കിരീടം സ്വന്തമാക്കുന്നത്. നേപ്പാൾ പ്രധാനമന്ത്രി ആരാണ്? KP ശർമ്മ ഒലിയാണ്. നേപ്പാൾ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ വ്യക്തിയാണ് KP ശർമ്മ ഒലി. KP ശർമ്മ ഒലി 3ാമത്തെ തവണയാണ് KP ശർമ്മ ഒലി നേപ്പാളിൻ്റെ പ്രധാനമന്ത്രി ആകുന്നത്. പുഷ്പ കമാൽ ദഹൽ പ്രചണ്ഡ വിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് KP ശർമ്മ ഒലി പ്രധാനമന്ത്രിയായി മാറുന്നത്. വിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ട വ്യക്തിയാണ് പുഷ്പ കമാൽ ദഹൽ പ്രചണ്ഡ. പുഷ്പ കമാൽ ദഹൽ പ്രചണ്ഡ. 2024 വിംബിൾഡൺ വനിതാ സിംഗിൾസ് കിരീട ജേതാവ് ആരാണ്? 2024 വിംബിൾഡൺ വനിതാ സിംഗിൾസ് കിരീട ജേതാവ് ബാർബോറ ക്രെജിക്കോവയാണ്. ബാർബോറ ക്രെജിക്കോവ. ലണ്ടനിലാണ് ഫൈനൽ നടന്നത്. ചെക്ക് റിപ്പബ്ലിക് താരമാണ് ബാർബോറ ക്രെജിക്കോവ. ഇവർ പരാജയപ്പെടുത്തിയത് ജാസ്മിൻ പോളിനിയെയാണ്. 2024 വിംബിൾഡൺ വനിതാ സിംഗിൾസ് കിരീട ജേതാവ് ബാർബോറ ക്രെജിക്കോവയാണ്. ചെക്ക് റിപ്പബ്ലിക് താരമാണ്. ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ജാസ്മിൻ പോളിനിയെയാണ്.
അതേസമയം 2024 വിംബിൾഡണിൽ പുരുഷ സിംഗിൾസിൽ വിജയിയായത് സ്പെയിനിൻ്റെ കാർലോസ് അൽക്കാരസ് ആണ്. ഫൈനലിൽ നൊവാക് ജോക്കോവിച്ചിനെ പരാജയപ്പെടുത്തിയാണ് പുരുഷ സിംഗിൾസ് കിരീടം കാർലോസ് അൽക്കാരസ് സ്വന്തമാക്കിയത്. അടുത്ത ചോദ്യം, US-ലെ ഇന്ത്യൻ അംബാസഡർ ആരാണ്? വിനയ് മോഹൻ ഗോത്രയാണ് US-ലെ ഇന്ത്യൻ അംബാസഡർ. മുൻ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. US-ലെ ഇന്ത്യൻ അംബാസഡറാണ് വിനയ് മോഹൻ ഗോത്ര. ഏത് സംസ്ഥാനമാണ് അഗ്നിവീറുകൾക്ക് പോലീസ് സേനയിൽ 10% സംവരണം അനുവദിച്ചത്? ഹരിയാനയാണ്. അഗ്നിവീറുകൾക്ക് പോലീസ് സേനയിൽ 10% സംവരണം അനുവദിച്ചത് ഹരിയാനയാണ്. പോലീസ് മൈനിങ് ഗാർഡ് തസ്തികകളിൽ 10%വും ഗ്രൂപ്പ് സി തസ്തികകളിൽ 5% സംവരണവുമാണ് ഹരിയാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അഗ്നിവീറുകൾക്ക് പോലീസ് സേനയിൽ 10%, പോലീസ് മൈനിങ് ഗാർഡ് തസ്തികകളിൽ 10%വും ഗ്രൂപ്പ് സി തസ്തികകളിൽ 5% സംവരണം പ്രഖ്യാപിച്ചത് ഹരിയാനയാണ്. സംസ്ഥാനത്തെ ആദ്യ ജെൻ AI ഉച്ചകോടിക്ക് വേദിയായത് കൊച്ചിയാണ്. കേരളത്തിലെ ആദ്യ ജെൻ AI ഉച്ചകോടിക്ക് വേദിയായത് കൊച്ചി. റുവാണ്ടയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? പോൾ കഗാമെയാണ്. റുവാണ്ടയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് പോൾ കഗാമെ. റുവാണ്ട പ്രസിഡന്റാണ് പോൾ കഗാമെ. 99% വോട്ട് നേടിയാണ് അദ്ദേഹം 4ാമത്തെ തവണ റുവാണ്ടയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ട്രയൽ റണ്ണിനെത്തിയ ആദ്യത്തെ മദർഷിപ്പ് ഏതാണ്? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ ട്രയൽ റണ്ണിനെത്തിയിട്ടുള്ള ആദ്യത്തെ മദർഷിപ്പാണ് സാൻ ഫെർണാണ്ടോ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ട്രയൽ റണ്ണിനെത്തിയ ആദ്യത്തെ മദർഷിപ്പാണ് സാൻ ഫെർണാണ്ടോ. വനിതാ ഏഷ്യ കപ്പ് 2024 ക്രിക്കറ്റ് മത്സരങ്ങളുടെ വേദിയായ രാജ്യം ശ്രീലങ്കയാണ്. വനിതാ ഏഷ്യ കപ്പ് 2024 ക്രിക്കറ്റ് മത്സരങ്ങളുടെ വേദിയായ രാജ്യം ശ്രീലങ്ക. ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, UAE, ശ്രീലങ്ക, ബംഗ്ലാദേശ്, മലേഷ്യ, തായ്ലാൻഡ് ഈ 8 രാജ്യങ്ങളാണ് ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, UAE, ശ്രീലങ്ക, ബംഗ്ലാദേശ്, മലേഷ്യ, തായ്ലാൻഡ്. 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര നിർണയത്തിനുള്ള ജൂറി അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സുധീർ മിശ്രയാണ്. 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര നിർണയത്തിനുള്ള ജൂറി അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് സുധീർ മിശ്ര. ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് മനോലോ മാർക്കേസി. സ്പെയിൻകാരനാണ് അദ്ദേഹം. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ അല്ലെങ്കിൽ ISL-ൽ FC ഗോവയുടെ പരിശീലകനാണ് മനോലോ മാർക്കേസി. ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് മനോലോ മാർക്കേസി. സ്പെയിൻകാരനാണ് അദ്ദേഹം. ISL-ൽ FC ഗോവയുടെ പരിശീലകനാണ്. അടുത്ത ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി ആദ്യ മെഡൽ നേടിയത് മനു ബാക്കറാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി ആദ്യ മെഡൽ നേടിയ വ്യക്തിയാണ് മനു ബാക്കർ. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റളിൽ വെങ്കല മെഡലാണ് മനു ബാക്കർ നേടിയത്. ഹരിയാനയിൽ നിന്നുള്ള വ്യക്തിയാണ് മനു ബാക്കർ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി ആദ്യ മെഡൽ നേടിയ വ്യക്തിയാണ് മനു ബാക്കർ. 10 മീറ്റർ എയർ പിസ്റ്റളിലാണ് വെങ്കല മെഡൽ കരസ്ഥമാക്കിയത്. ഹരിയാനയിൽ നിന്നുള്ള വ്യക്തിയാണ് മനു ബാക്കർ. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെയും അശോക ഹാളിൻ്റെയും പുതിയ പേര് എന്താണ്? രാഷ്ട്രപതി ഭവനിലെ 2 ഹാളുകളുടെ പേര് മാറ്റിയിട്ടുണ്ട്. ദർബാർ ഹാളിൻ്റെ പേര് ഗണതന്ത്ര മണ്ഡപം എന്നും അശോക ഹാളിൻ്റെ പേര് അശോക മണ്ഡപം എന്നുമാണ്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം എന്നും അശോക ഹാളിൻ്റെ പുതിയ പേര് അശോക മണ്ഡപം എന്നുമാണ്. തുടർച്ചയായി ഏറ്റവുമധികം ബജറ്റുകൾ അവതരിപ്പിച്ച ധനമന്ത്രി എന്ന നേട്ടം കൈവരിച്ചത് നിർമ്മല സീതാരാമനാണ്. എത്ര തവണയാണ് അവർ തുടർച്ചയായി ബജറ്റ് അവതരിപ്പിച്ചത്? 7 തവണയാണ്. തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റുകൾ അവതരിപ്പിച്ച ധനമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. അവർ അവതരിപ്പിച്ചത് 7 തവണയാണ്.
ഇതിനു മുൻപ് ഈ നേട്ടമുണ്ടായിരുന്നത് പ്രധാനമന്ത്രി മൊറാർജി ദേശായിയുടെ പേരിലായിരുന്നു. തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച മുൻ പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി. ഈ റെക്കോർഡാണ് നിർമ്മല സീതാരാമൻ മറികടന്നത്. ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡും നിർമ്മല സീതാരാമൻ്റെ പേരിലാണ്. 2020-21 സാമ്പത്തിക വർഷത്തിലാണ് നിർമ്മല സീതാരാമൻ 165 മിനിറ്റിൻ്റെ ബജറ്റ് അവതരണം നടത്തിയത്. തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റുകൾ അവതരിപ്പിച്ച ധനമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. അതേപോലെ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് അവതരിപ്പിച്ചതും നിർമ്മല സീതാരാമനാണ്. 2020-21 വർഷത്തിലാണ് അവതരിപ്പിച്ചത്. 165 മിനിറ്റാണ് ഈ ബജറ്റ് പ്രസംഗം നീണ്ടുനിന്നത്. അതേപോലെ തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച മുൻ പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി. ഇവരുടെ റെക്കോർഡാണ് നിർമ്മല സീതാരാമൻ മറികടന്നത്. ഈയിടെ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ആസാമിലെ നിർമ്മിതി ഏതാണ്? മൈദം ശവകുടീരങ്ങളാണ്. മൈദം ശവകുടീരങ്ങൾ. അസാമിലെ അഹോം രാജവംശത്തിൻ്റെ ശവകുടീരങ്ങളാണ് മൈദം ശവകുടീരങ്ങൾ. യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട അസാമിലെ നിർമ്മിതിയാണ് മൈദം ശവകുടീരങ്ങൾ. അസാമിലെ അഹോം രാജവംശത്തിൻ്റെ ശവകുടീരങ്ങളാണ് മൈദം ശവകുടീരങ്ങൾ. ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതായത് SIDBI ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് മനോജ് മിത്തലാണ്. മനോജ് മിത്തൽ ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ളതാണ് ഇത് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതിൻ്റെ ഷോർട്ട് ഫോമാണ് SIDBI. SIDBIയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായ വ്യക്തിയാണ് മനോജ് മിത്തൽ. മനോജ് മിത്തൽ. ഗ്ലോബൽ പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 82ആണ്. ഗ്ലോബൽ പാസ്പോർട്ട് ഇൻഡെക്സ്. ഗ്ലോബൽ പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 82ആണ്. 82. ഇന്തോനേഷ്യ, മലേഷ്യ, തായ്ലാൻഡ് എന്നിവയുൾപ്പെടെ 58 രാജ്യങ്ങളിലേക്കാണ് വിസയില്ലാതെ ഇന്ത്യക്കാർക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും 58 രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ ഇന്ത്യക്കാർക്ക് സഞ്ചരിക്കാം. UK-യിലുള്ള ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് തയ്യാറാക്കിയ പട്ടികയിലാണ് ഇന്ത്യക്ക് 82ാം സ്ഥാനം ലഭിച്ചിട്ടുള്ളത്. UK-യിലുള്ള ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരമാണ് ഇന്ത്യക്ക് 82ാം സ്ഥാനമുള്ളത്. 1ാം സ്ഥാനത്തുള്ള രാജ്യം സിംഗപ്പൂരാണ്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ 1ാം സ്ഥാനത്തുള്ളത് സിംഗപ്പൂരാണ്. 195 രാജ്യങ്ങളിലേക്കാണ് സിംഗപ്പൂർ പൗരന്മാർക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കുന്നത്. ഇന്ത്യയിൽ നിന്നാണെങ്കിൽ 58 രാജ്യങ്ങളിലേക്കും സിംഗപ്പൂരിൽ നിന്നും 195 രാജ്യങ്ങളിലേക്കുമാണ് വിസയില്ലാതെ പൗരന്മാർക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക്